ഹായ് എവരിവൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഫോട്ടോഷോപ്പിൽ എങ്ങനെ നിയോൺ ലെറ്ററിങ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ട്യൂട്ടോറിയലാണ്. കാരണം ഇത് ബേസിക്സ് അറിയില്ലെങ്കിൽ പോലും ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ലോഗോ മേക്കിംഗ് അല്ലെങ്കിൽ പോസ്റ്റർ മേക്കിംഗ് പോലുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യലാണ്. അപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഡയമെൻഷൻസ് 6000x6000 ആണ്. റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 300 പിക്സൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡയമെൻഷൻസും പിക്സൽസിലല്ലേ എടുക്കുന്നതെന്ന് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. അതിനുശേഷം ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു ക്യാൻവാസ് ക്രിയേറ്റ് ആയി കഴിഞ്ഞു. Ctrl+0 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ സൂം ടു ഫിറ്റ് ആക്കാം. അതിനുശേഷം നമുക്ക് ഗ്രേഡിയൻറ്റ് ടൂൾ എടുക്കാം. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലെ ടൂൾ ബാറിൽ നിന്ന് ഗ്രേഡിയൻറ്റ് ടൂൾ സെലക്ട് ചെയ്യാം. ഗ്രേഡിയൻറ്റ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം മുകളിൽ നിന്ന് റേഡിയൽ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നമുക്ക് ഇവിടെ യൂസ് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ടായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു റേഡിയൽ ആയിട്ടുള്ള ഗ്രേഡിയൻ്റ്. അതിനുശേഷം ആ ഗ്രേഡിയൻറ്റിൽ വരുന്ന കളേഴ്സ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന വലിയ റെക്റ്റാങ്കിളിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഒരു സ്ലൈഡർ പോലത്തെ ഒരു സാധനം കാണും. അതിന് ആ സ്ക്വയർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കളർ ഓപ്ഷൻ ഇനേബിൾ ആവും. അതിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളറായിട്ട് യൂസ് ചെയ്യുന്നത് #151515 എന്ന് പറഞ്ഞ കളറാണ്. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യാം. ഏറ്റവും ലെഫ്റ്റിൽ കാണുന്ന ആ സ്ക്വയർ സെലക്ട് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ആ സർക്കിളിൻ്റെ കളർ സെറ്റ് ചെയ്യാൻ പറ്റും. വീണ്ടും അതേ സെയിം പ്രൊസീജിയേഴ്സ് തന്നെ. ഈ പ്രാവശ്യം ഞാൻ കളറിൻ്റെ കോഡ് കൊടുക്കുന്നത് 303C4A എന്ന് പറയുന്ന കോഡാണ്. അതിനുശേഷം നമുക്ക് ഇത് ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കളേഴ്സ് നമുക്ക് സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഈ ഗ്രേഡിയൻ്റ് നമുക്ക് വരയ്ക്കാനാണ്. അപ്പോൾ നടുക്കിലാണ് നമ്മുടെ സർക്കിൾ വരേണ്ടത്. അപ്പോൾ നടുക്കിൽ പ്രസ് ചെയ്തിട്ട് ഏതെങ്കിലും എഡ്ജിലോട്ട് വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ സർക്കിൾ കറക്റ്റ് സെൻറ്ററിൽ തന്നെ വരും. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. അതിനായിട്ട് ടെക്സ്റ്റ് ടൂൾ ബാറിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ക്യാൻവാസിൽ എവിടെയെങ്കിലും പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് ടൂൾ ഇനേബിൾ ആവും. ഒരു റാൻഡം ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വേർഡ് ജസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ ഫോണ്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ തിന്നായിട്ടുള്ള ഫോണ്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അതിൻ്റെ ഭംഗിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. അപ്പോൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് അതിനൊന്ന് പൊസിഷൻ ചെയ്യാം. അതിനായിട്ട് Ctrl+T ക്ലിക്ക് ചെയ്യാം. ഈ Ctrl+T കൊണ്ട് നമുക്കിതിനെ റീസൈസ് ചെയ്യാനും സാധിക്കും. ഒപ്പം തന്നെ പൊസിഷൻ ചെയ്യാനും വളരെ യൂസ്ഫുള്ളാണ് അത്. അപ്പോൾ ഇനിയാണ് നമ്മൾ ആക്ച്വലി നിയോൺ എഫക്റ്റിലോട്ട് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത ഉടനെ തന്നെ അവിടെ ഒരു ടെക്സ്റ്റ് ലെയർ ക്രിയേറ്റ് ആയിട്ടുണ്ടായിരിക്കും. അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഏറ്റവും മുകളിൽ കാണുന്ന സെക്കൻഡായിട്ട് കിടക്കുന്ന ബ്ലെൻഡിങ് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യാം. അതാണ് അതിൻ്റെ ലെയർ സ്റ്റൈൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു വിൻഡോ. അതിൽ നമ്മൾ കളർ ഓവർലേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള വാല്യൂസ് തന്നെ ഇതിൽ ഡീഫോൾട്ടായിട്ട് കിടക്കുന്നത്. അപ്പോൾ നമുക്കതിൽ ഒന്നും മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ബീവൽ ആൻഡ് എംബോസ് ആണ്. അപ്പോൾ അതിൽ സൈസ് ഒരു 5 ആക്കാം. സോഫ്റ്റ്നെസ് ഒരു 10 പിക്സൽസ് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഈ ബീവൽ ആൻഡ് എംബോസ് എന്ന് പറയുന്നത് ആ ടെക്സ്റ്റിനൊരു പ്രൊജക്ഷൻ കൊടുക്കാനാണ്. ഒരു പുറത്തേക്ക് ഒരു തള്ളി നിൽക്കുന്ന എഫക്റ്റ് കൊടുക്കുകയാണ് നമ്മൾ ഈ ഒരു എഫക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഗ്ലോബൽ ലൈറ്റ് ബട്ടൺ എന്ന് പറയുന്നത് ചെക്കായിട്ടാവും എടുക്കുന്നുണ്ടാവും ഡീഫോൾട്ടായിട്ട്. അത് നമുക്ക് അൺചെക്ക് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് നമുക്കതിൻ്റെ ആംഗിൾസും ഓൾട്ടിറ്റ്യൂഡുമാണ് മാറ്റേണ്ടത്. ആംഗിൾ 0 ഓൾട്ടിറ്റ്യൂഡ് 45 ആണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. അതിനുശേഷം ഗ്ലാസ് കോണ്ടൂർ എന്ന് പറയുന്ന ഒരു ഭാഗത്തൊരു ചെക്ക് ബോക്സ് ഉണ്ടാവും, ആൻറ്റി ഏലിയസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അത് നമ്മുടെ എഡ്ജസിനൊന്നും കൂടിയും സ്മൂത്താക്കാൻ വേണ്ടിയിട്ടാണ്. ഹൈലൈറ്റ് മോഡിൻ്റെ അവിടെ ഒരു കളർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മളൊരു ലൈറ്റ് ബ്ലൂ കളർ, ഒരു എക്സാക്റ്റ് ബ്ലൂ അല്ല എന്നാൽ ഭയങ്കര ലൈറ്റും അല്ലാത്തൊരു മിഡ് റേഞ്ചുള്ളൊരു കളർ സെലക്ട് ചെയ്തിരിക്കും നല്ലത്. നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് കളർ വേണമെങ്കിലും എടുക്കാം. റെഡ് എടുക്കാം, പിങ്ക് എടുക്കാം, യെല്ലോ, ഗ്രീൻ, അങ്ങനെ ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഒരു ഹാഷ് കോഡ് അതിനോട് അനുബന്ധിച്ച് വരും. താഴെയായിട്ടാണ് അത് കാണുന്നുണ്ടായിരിക്കുക. അത് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം കോപ്പി എടുക്കണം. കാരണം അത് നമുക്ക് പല സ്ഥലങ്ങളിലും അത് പേസ്റ്റ് ചെയ്യാനുണ്ട്. ആ സെയിം കളർ തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനുശേഷം നമുക്കിത് ഓക്കെ പ്രസ് ചെയ്യാം.
അപ്പോൾ ഹൈലൈറ്റ് മോഡിൻ്റെ തൊട്ട് താഴെ ഒരു ഷാഡോ മോഡിലും ഒരു കളർ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന ആ കളർ ഹാഷ് ഇവിടെ പേസ്റ്റ് ചെയ്യണം. Ctrl+V ആണ് പേസ്റ്റിങ്ങിനുള്ള ഷോർട്ട് കീ. അതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്യാം. ഷാഡോ മോഡിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ഡ്രോപ്പ് ഡൗൺ വിൻഡോ കാണും. അത് ഇതിൻ്റെ ഒരു ബ്ലെൻഡ് മോഡാണ്. അത് നമ്മൾ ഓവർലേ ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇന്നർ ഷാഡോയിലാണ് മാറ്റം വരുത്തേണ്ടത്. ഇവിടെയും അതുപോലെ ഒരു കളർ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടായിരിക്കും. അവിടെ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ചത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ആ ഹാഷ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബോക്സിനകത്ത് പേസ്റ്റ് ചെയ്യുക. ശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഓപ്പോസിറ്റ് ഒരു 75% കൊടുക്കാം, എന്നാലേ അതിനൊരു ഡെപ്ത് ഉണ്ടാവുള്ളൂ കളറിന്. അതിനുശേഷം നമുക്ക് ഗ്ലോബൽ ലൈറ്റ് എന്ന് പറയുന്ന ഒരു ചെക്ക് ബോക്സ് ഉണ്ടായിരിക്കും. അത് അൺചെക്ക് ചെയ്യണം. ആംഗിള് ഒരു 30 ഡിഗ്രി കൊടുക്കാം. അതിൻ്റെ ഒരു പ്രൊജക്ഷൻ്റെ ഒരു ആംഗിളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു 30 ഡിഗ്രിയാണ് ഇവിടെ ഞാൻ കൊടുക്കുന്നത്. പിന്നെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഒബ്ജക്റ്റിൽ നിന്നുള്ളൊരു ഡിസ്റ്റൻസാണ്. അത് നമുക്ക് 0 ആക്കാം. അത് അതിൻ്റെ മീതെ തന്നെ ഇരിക്കുന്ന പോലെ നമുക്കൊരു ഫീലിംഗ് ആണ്. സൈസ് ഒരു 5 പിക്സൽ കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് കോണ്ടൂഴ്സാണ്. കോണ്ടൂഴ്സിൻ്റെ അടുത്തുള്ള ഒരു ആൻറ്റി ഏലിയാസ്ഡ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബോക്സ് ഒരു ചെക്ക് ബോക്സ് ചെക്ക് ചെയ്യണം. കോണ്ടൂർ കുറച്ചുകൂടി കേർവ്ഡ് ആയിട്ടുള്ള ഒരു എഡ്ജാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആ എഡ്ജിൻ്റെ സ്മൂത്ത്നെസ്സാണ് കോണ്ടൂർ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് അപ്പോൾ നമുക്ക് ഇന്നർ ഗ്ലോയിലോട്ട് പോവാം. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഒരു 85% സെറ്റ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് വേണ്ടുന്നത് കളറ് സെറ്റ് ചെയ്യണം. അതിനായിട്ട് ആ കളർ എന്ന് പറയുന്ന ഒരു സ്ക്വയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പോലെ തന്നെ ഇവിടെയും ആ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന കളർ ഹാഷ് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തതിന് ശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ സോഴ്സ് സെൻറ്ററിൽ നിന്നാണ് വരേണ്ടത്. ഈ ഗ്ലോ വരേണ്ടത് സെൻറ്ററിൽ നിന്നാണ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ആ സോഴ്സ് സെൻറ്റർ ആക്കാം. സൈസ് ഒരു 18 പിക്സലോളം കൊടുക്കാം നമുക്ക്. അതിനുശേഷം പിന്നെ ഒരു ആൻറ്റി ഏലിയാസ്ഡ് എന്ന് പറയുന്ന ചെക്ക് ബോക്സ് ചെക്ക് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഔട്ടർ ഗ്ലോ ആണ്. അതിൻ്റെ ബ്ലെൻഡ് മോഡ് ആയെന്ന് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. ആ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് ഓവർലേ സെലക്ട് ചെയ്യാം. ഓപ്പോസിറ്റി മാക്സിമം ആക്കണം. 100% ഓപ്പോസിറ്റി കൊടുക്കണം. നോയ്സ് ഒരു 8% കൊടുക്കണം. പിന്നെ അതിന് ശേഷം നമുക്ക് കളറ് സെലക്ട് ചെയ്യാം. കളർ നേരത്തെ പോലെ തന്നെ നമ്മൾ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന അതേ കളർ ഹെക്സ് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്താൽ മതി. Ctrl+V ആണ് പേസ്റ്റ് ചെയ്യാനുള്ള ഷോർട്ട് കീ. അതിന് ശേഷം നമുക്ക് ഓക്കെ പ്രസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് സൈസ് ഒരു 250 പിക്സൽ സൈസ് കൊടുക്കാം. പിന്നെ നമുക്ക് ആൻറ്റി ഏലിയാസ്ഡ് എന്ന് പറയുന്ന ആ ഒരു ചെക്ക് ബോക്സ് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ കോണ്ടൂർ സെലക്ട് ചെയ്യാം. കോണ്ടൂർ ഒരു കേർവ്ഡ് ആയിട്ടുള്ളൊരു കോണ്ടൂറാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. കുറച്ചുകൂടി സ്മൂത്ത് ആകാൻ വേണ്ടിയിട്ടാണത്. പിന്നെ നമുക്ക് അതിൽ സെറ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ റേഞ്ചാണ്. നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ വരുന്ന അത്രയും റേഞ്ച് കുറയ്ക്കാം. എനിക്കൊരു 1% കൊടുത്തപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയത്. അപ്പോൾ 1 കൊടുക്കുകയായിരിക്കും നല്ലത്. നെക്സ്റ്റ് നമുക്ക് ഇവിടെ 2 ഡ്രോപ്പ് ഷാഡോ കൊടുക്കാനുണ്ട്. അതിൽ ആദ്യമായിട്ട് നമുക്ക് കളറിൻ്റെ അവിടെ കോപ്പി പേസ്റ്റ് ചെയ്യല്ലേ വേണ്ടത്. ഇവിടെ നമുക്ക് കളർ വേണ്ടുന്നത് വൈറ്റ് കളറാണ് ഷാഡോയ്ക്ക് വേണ്ടുന്നത്. അപ്പോൾ നമുക്ക് ഒരു എക്സ്ട്രീം എൻഡിലോട്ട് ഏറ്റവും എഡ്ജിൽ കൊണ്ടുപോയി പ്രസ് ചെയ്യുകയാണ് വെച്ചാൽ നമുക്ക് വൈറ്റ് കളർ കിട്ടും. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യാം. ഓപ്പോസിറ്റ് നമുക്ക് മാക്സിമം ഓപ്പോസിറ്റ് വേണം. ഇവിടെ 100% ഓപ്പോസിറ്റ് നമുക്ക് വേണം. പിന്നെ ഗ്ലോബൽ ലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ചെക്ക് ബോക്സും നമുക്ക് അൺചെക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഡിസ്റ്റൻസ് 0 ആക്കിയതിന് ശേഷം സൈസ് ഒരു 40 പിക്സൽസ് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ പോലെ തന്നെ ആൻറ്റി ഏലിയാസ്ഡ് എന്ന് പറയുന്ന ആ ഒരു ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിനി രണ്ടാമതൊരു ഡ്രോപ്പ് ഷാഡോ കൂടി കൊടുക്കണം. നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് രണ്ടാമത്തെ ഡ്രോപ്പ് ഷാഡോൻ്റെ ഓപ്ഷൻ കാണുന്നില്ലെങ്കിൽ ആദ്യത്തെ ഡ്രോപ്പ് ഷാഡോൻ്റെ ഏറ്റവും റൈറ്റ് എൻഡിൽ കാണുന്ന ഒരു പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡ്രോപ്പ് ഷാഡോ കൊടുക്കാനുള്ള ഓപ്ഷൻ കൂടി വരും. നമുക്ക് ഇഷ്ടമുള്ള അത്രയും ഡ്രോപ്പ് ഷാഡോസ് അതിൽ ആഡ് ചെയ്യാവുന്നതാണ്.
അതിനുശേഷം നമ്മൾ ബ്ലെൻഡ് മോഡിൽ പോയിട്ട് കളറ് നമ്മൾ നേരത്തെ പോലെ തന്നെ വൈറ്റ് കളർ സെലക്ട് ചെയ്യണം. ഏറ്റവും എക്സ്ട്രീം എഡ്ജിലോട്ട് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് കളർ കിട്ടും. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യും. അടുത്തായിട്ട് നമ്മളതിൽ ബ്ലെൻഡ് മോഡ് മാറ്റിയിട്ട് വിവിഡ് ലൈറ്റ് സെലക്ട് ചെയ്യണം. ആ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് നമുക്ക് ആ വിവിഡ് ലൈറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഓപ്പോസിറ്റ് ഒരു 75% കൊടുക്കണം. ഇപ്പോൾ നെക്സ്റ്റ് അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് ഒരു 40 കൊടുക്കാം. 40 പിക്സൽസ് ഡിസ്റ്റൻസ് കൊടുക്കാം. സ്പ്രെഡ് ഒരു 10 പിക്സൽസ് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സൈസ് ഒരു 80 പിക്സൽസ് സൈസും കൊടുക്കാം. ശേഷം നമുക്ക് നേരത്തെ പോലെ തന്നെ എൻ്റെ ഏലിയാസ്ഡ് എന്ന് പറയുന്ന ഒരു ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഓക്കെ പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്കിനി ഓക്കെ പ്രസ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എഫക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ഈ ലെയറിൽ ചെയ്യുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സ് മാത്രമാണ് വേണ്ടുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂട്ടാനായിട്ട് നമ്മൾ ആ ലെയറിൽ തന്നെ പോയി അതിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ് വെച്ചെങ്കിൽ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി ഒന്നും കൂടി കൂട്ടി കിട്ടും നമുക്ക്. ഞാൻ ഇതുകൊണ്ട് സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ചിട്ട് നിർത്തുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ഈ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഒരുപാട് ട്യൂട്ടോറിയൽസും ടിപ്സ് ആൻഡ് ട്രിക്സും ഈ പേജിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.